ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മാസം എന്ന് പറയുമ്പോൾ വാലന്റൈൻസ് ഡേ ആണ്. വാലന്റൈൻസ് ഡേന്റെ മാസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി എന്ന് പറയുന്നത് അത് വെറുതെ പറയില്ല. എല്ലാ ദിവസവും എല്ലാ മാസം വാലന്റൈൻസ് ആണ്. സ്നേഹിക്കുന്നവർക്ക് എന്ത് ദിവസമല്ലേ. അപ്പൊ ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള സെയിൽ നടക്കുന്നുണ്ട് ആമസോണിൽ. അതും 1500 ബ്രാൻഡ്സിലാണ് ഈ ഒരു സെയിൽ നടക്കുന്നത്. ഫാഷൻ ആൻഡ് ബ്യൂട്ടി കാറ്റഗറിയിൽ. പിന്നെ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ പറയേ വേണ്ട, 3 lakh സ്റ്റൈൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമ്മൾ വാലന്റൈൻസിനൊക്കെ പോവാൻ ഡേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സ് പിക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ വെസ്റ്റേൺ ഉണ്ട്, ഫോർമൽ ഉണ്ട്, അങ്ങനെ പിന്നെ എത്നിക് ഉണ്ട്, അങ്ങനെ മിക്സ് ആയിട്ടാണ് കേട്ടോ ഒക്കെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു നമ്മുടെ ഔട്ട്ഫിറ്റ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. മഡാമി ബ്രാൻഡിൻ്റെ ഒരു ഷർട്ടാണ് കേട്ടോ. നല്ലൊരു ഫോർമൽ ഷർട്ട്, സാറ്റൻ്റെ മെറ്റീരിയലാണ്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫോർമൽ ഷർട്ടാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ബട്ടൺസ് ഒക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ യൂക്കിൻ്റെ പോർഷൻ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് നല്ല ഷേപ്പിൽ കിടക്കൂട്ടോ. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാറ്റിൻ്റെ സിംഗിൾ ഒരു ഷർട്ടാണ്. ഫോർമൽ നമുക്ക് ഓഫീസ് വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക, അല്ലാത്ത സമയത്ത് യൂസ് ചെയ്യാം കേട്ടോ. അത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് ആണ് കേട്ടോ. പല കളേഴ്സ് പല സൈസിലും അവൈലബിൾ ആണ്. റെഡ്, മറൂൺ, ഗ്രീൻ, ബ്ലാക്ക്, അങ്ങനെ പല. ഇതൊരു മെഹന്തി ഗ്രീൻ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഫിനിഷിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് ഫുൾ സ്ലീവ് ആയിട്ട് വരുന്നത്. എന്തായാലും ടോട്ടലി കംഫർട്ടബിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീനെക്കാണ്. കോളർ എന്ന് പറയാനായിട്ട് ഒരു പ്രത്യേകതയില്ലേ ഈ ഒരു നെക്കിന് പ്രത്യേകതയുണ്ട്. മെഡാമി ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇവരുടെ ഒരുപാട് സ്റ്റൈലായിട്ടുള്ള ഷർട്ട്സും അവൈലബിൾ ആണ്. ഇതിന് അത്യാവശ്യം റേറ്റും വന്നിട്ടുണ്ട്. 1000 എബോവ് റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ കൊടുത്ത പൈസയ്ക്കുള്ള വർത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ ഇതിന് കൂടെ പെയർ ചെയ്തിട്ടുള്ള പാൻറ്റ്, ആക്ച്വലി ട്രൗസറാണ് ഇത്. ഈ ഒരു ട്രൗസർ ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഇടാം. ഇത് മേടിച്ചിട്ട് കുറേ നാളെ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതല്ല. ഇത് സെപ്പറേറ്റ് ആണ്. പാൻറ്റിൻ്റെ ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. ഇത് ലൈക്ര മെറ്റീരിയൽ വരുന്നതാണ്. ഇതും ഭയങ്കര കംഫർട്ടബിൾ ആണ്. പോക്കറ്റ് ഒന്നുമില്ല, ഫോർമൽ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വരുന്നത്. വെസ്റ്റേൺ ഇടാത്തവർക്ക് വേണ്ടിയിട്ട് സിംഗിൾ ഒരു കുർത്തി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ബ്രാൻഡഡ് തന്നെയാണ്. ലിബാസ് ബ്രാൻഡിൻ്റെ നല്ല അടിപൊളി ബ്രൈറ്റ് ഷെയ്ഡിൽ വാലന്റൈൻസ് ഡേയിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കണ്ടേ. അപ്പോൾ ബ്രൈറ്റ് എണ്ണ വേണമെന്നൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു. റെഡ് തന്നെ ഇടണം, ഡാർക്ക് ഷെയ്ഡ് തന്നെ ഇടണം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒരു വെസ്റ്റേൺ ഇടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുർത്തി സെലക്ട് ചെയ്തത്. ഇതൊരു സിംഗിൾ കുർത്തിയാണ്. ലിബാസ് ബ്രാൻഡിൻ്റെ. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ സിൽക്കി മെറ്റീരിയലാണ്. സിൽക്കി ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഭയങ്കര ഉഷ്ണിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. പിന്നെ യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സെറീര വർക്കാണ്. സെറീര എംബ്രോയിഡറി ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ്. 3/4 ആണെങ്കിലും ഇതിൻ്റെ എൻഡ് പോർഷനിലും ചെറുതായിട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഓവറോൾ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ബൂട്ട് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലുണ്ടോയെന്ന് എനിക്ക് തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല, നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ലിബാസ് ബ്രാൻഡിൻ്റെ ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരും. ഒരു പൊടിക്കൊന്ന് ലൂസ് ഉണ്ട്, അത് നെവർ മൈൻഡ്. എന്നുവെച്ചാൽ മീഡിയം സൈസ് മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടൈറ്റ് ആവും. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഓൾട്ടർ ചെയ്തെടുത്താൽ മതി. ലാർജ് ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ലിബാസ് ബ്രാൻഡിൻ്റെ റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ മേടിച്ച സമയത്ത് ഒരു 800-900 ആ ഒരു റേഞ്ചിലേക്കാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ റേറ്റ് 1000ൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഞാൻ മേടിച്ച സമയത്ത് സെയിലിൻ്റെ സമയത്താണ് മേടിച്ചത്. അപ്പോൾ സെയിലുള്ള സമയം നോക്കി മേടിച്ചത്. ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിസ്റ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചോ. സെയിൽ ഇനിയും വരാനുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വാലന്റൈൻസ് ഡേയുടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് മേടിച്ചാലും മതി. ഇനിയിപ്പോൾ ഡേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ ഏതൊക്കെ ഡേറ്റ് എന്നുള്ളത്. അപ്പോൾ വിസ്റ്റ് ലിസ്റ്റിൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വേഗം തന്നെ മേടിച്ചോട്ടെ. വിസ്റ്റ് ലിസ്റ്റിൽ ഒന്ന് ഇട്ട് വെക്കാൻ നിൽക്കണ്ട. അപ്പോൾ അടുത്തേക്ക് കിടക്കാം. ഗ്ലോബൽ ബ്രാൻഡിൻ്റെ പാർട്ടി വെയർ ഒരു ഡ്രസ്സാണ്. നെക്ക് വൈസ് നോക്കുകയാണെങ്കിൽ കൗ മോഡലായിട്ടുള്ള കൗ നെക്കാണ് കേട്ടോ ഇത് വരുന്നത്. സ്ലീവ്ലെസ് ആണ്. ഓവറോൾ ഇതൊരു ഗ്ലിറ്റർ ടൈപ്പ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ റെഡ്, നല്ല ചില്ലി റെഡ്, മറൂൺ, ബ്ലാക്ക്. അപ്പോൾ ഈ ഇത് നോക്കുമ്പോൾ ഒരു ആൻറ്റിക് ഷെയ്ഡായിട്ട് അങ്ങനെ ഒരു കളറാണ് മേടിച്ചിരിക്കുന്നത്. ഓവറോൾ പാർട്ടി വെയർ കളക്ഷനാണ്. വേറെ പ്രിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇങ്ങനെ ഇടുന്നതാണ് ഇതിൻ്റെ ഭംഗി. ആക്ച്വലി ഇത് ബോഡിക്കോൺ ഡ്രസ്സിന് വേണമെങ്കിൽ പറയാം, ഒരു മാക്സി ഡ്രസ്സെന്ന് വേണമെങ്കിൽ. ആക്ച്വലി ഇത് ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ. നമുക്ക് ഡേറ്റിങ്ങിന് പോകാനായിട്ടും പാർട്ടിക്ക് യൂസ് ചെയ്യാനായിട്ടും ഫെസ്റ്റിവൽസിന് എന്തിനു വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല പാർട്ടി വെയർ ഡ്രസ്സ്. ഗ്ലോബൽ ബ്രാൻഡിൻ്റെയാണ്. ഗ്ലോബൽ ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പാർട്ടി വെയറിൻ്റെ കളക്ഷൻസിൽ നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ വേണമെങ്കിൽ ഫുൾ ഉണ്ട്, നമുക്ക് നീ ലെങ്ത് വേണമെങ്കിൽ നീ ലെങ്ത് ഉണ്ട്, മിഡി ഡ്രസ്സ് വേണമെങ്കിൽ മിഡി ഡ്രസ്സ് ഉണ്ട്. മിഡി ഡ്രസ്സിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വെയർ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ആക്ച്വലി ഇതും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പുറമേ കാണുമ്പോൾ ആ ജിഗ് ജാക്ക് ആ ഒരു രീതിയിലായിട്ട് ഫീൽ ചെയ്താലും നമുക്ക് ഉള്ളിൽ വെയർ ചെയ്യുമ്പോൾ അങ്ങനെ ഇച്ചിങ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ
ചെയ്തിട്ടുള്ള സാൻഡിൽ ഷൂട്ടോപ്പിയ ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. അതും നല്ലൊരു പാർട്ടി വെയർ. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇതിൽ ഷൂട്ടോപ്പിയ എന്നുള്ള ബ്രാൻഡിൻ്റെ സെയിം ഞാൻ ഇട്ടതിൻ്റെ തന്നെ ഗോൾഡൻ ഷെയ്ഡും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് ഊരി കാണിക്കാം. ഷൂട്ടോപ്പിയ എന്നുള്ള ബ്രാൻഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ആണെങ്കിൽ അതിൽ തന്നെ നമുക്ക് റോസ് ഗോൾഡ് വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്, പിന്നെ ഒരു സിൽവർ ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ 4 ഷെയ്ഡ് ഇതിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് വെയർ ചെയ്യാനും കംഫർട്ടബിൾ ആണ്. ലുക്ക് വൈസ് നോക്കുമ്പോൾ അതും നല്ല പാർട്ടി വെയർ ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ റേറ്റ് വൈസ് നോക്കുമ്പോൾ അതിന് മാത്രം റേറ്റിൽ ജസ്റ്റ് 600-700 ആ ഒരു റേഞ്ചാണ് വരുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് പാർട്ടി വെയർ ആണെങ്കിൽ ഷൂട്ടോപ്പിയ ബ്രാൻഡിൻ്റെ തന്നെ നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് ബ്ലോക്ക് ഹീൽ ആ മോഡൽ ബാക്ക് നോക്കുകയാണെങ്കിൽ ഇത്തിരി ഹീൽ കൂടുതലാണ്, പക്ഷേ ഇട്ട് വരുമ്പോൾ കംഫർട്ടബിൾ ആണ്. ബ്ലോക്ക് ഹീലാണ്. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണെങ്കിൽ സെയിം ഷൂട്ടോപ്പിയ ബ്രാൻഡിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പാണ് കേട്ടോ. സാൻഡിൽ. ഇത് ബാക്കിൽ ഇങ്ങനെ ഗ്രിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായി. ഇനി ഇതിൻ്റെ സ്ട്രോങ് കാര്യത്തിൽ ചോദിക്കാനും നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ഇത് കംഫർട്ടബിൾ ആണ്. ഇട്ട് വരുമ്പോൾ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതിലും സൈസസ് അവൈലബിൾ ആണ്. ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത്, ഷൂട്ടോപ്പിയ ബ്രാൻഡിൽ നിന്ന്. എങ്ങനെയുണ്ട് അപ്പോൾ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ റെഡ് തന്നെ ഇടണമെന്ന് ഒരു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് മാച്ച് ആയിട്ടുള്ള കളേഴ്സാണ് പിക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ മേടിച്ചതിൽ അന്ന് റെഡ് കളറും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം എല്ലാതും റെഡായി കഴിഞ്ഞാൽ ആൾക്കാർ എന്താ വിചാരിക്കുക. അത് കാരണം ഞാൻ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡായിട്ട് ഞാൻ പിക്ക് ചെയ്തെന്ന് മാത്രം. എല്ലാത്തിലും ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓഫർ മിസ് ചെയ്യേണ്ട. ഇപ്പോൾ തന്നെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോട്ടോ. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ഓഫേഴ്സും നടക്കുന്നുണ്ട്. എവിടെ? ആമസോണിൽ. അപ്പോൾ ലിങ്ക് എവിടെ നിന്ന് കിട്ടാമെന്ന് അറിയോ? ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അത് മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സിംഗിൾ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് ഉണ്ട്. ഏതിൽ കുത്തിയാലും ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്കാണ് പോകണം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.